കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 8 തൊട്ട് 12 വരെ വാക്യങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വായിച്ചേ. കർത്താവിന് നന്ദി പറയുവൻ. ആദ്യം തന്നെ പറയുകയാണ് കർത്താവിന് നന്ദി പറയുവൻ. അപ്പം നല്ല നന്ദിയുള്ള ഹൃദയത്തോടെ ഇരിക്കണം. കർത്താവേ നന്ദി, എപ്പോഴും കർത്താവിന് നന്ദി പറയണം. കർത്താവേ നന്ദി എന്ന് പറയണം. ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവിന് നന്ദി പറയുവൻ. അടുത്തതോ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവൻ. വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശുവേ ഉച്ചത്തിൽ വിളിക്കണം. അതാണ് വിളിച്ചപേക്ഷിക്കണം. അവിടുത്തെ നാമം. ആരുടെ നാമമാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? ഉറക്കെ പറ, ആരുടെ നാമമാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? യേശുവിൻ്റെ നാമമാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്. ഒരു അപകടം വരുമ്പം എന്താ വിളിക്കേണ്ടത്? അയ്യോ എന്നാണ് വിളിക്കേണ്ടത്? അമ്മേ എന്നാണ് വിളിക്കേണ്ടത്? ആണോ? ഒരപകടം വരുമ്പോൾ ആരെയാണ് വിളിക്കേണ്ടത്? അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കും. യേശുവേ എന്ന് സകല ജനതകളും വിളിക്കണം. രക്ഷയ്ക്ക് വേണ്ടി വിളിക്കാനുള്ള ഏക നാമമാണ് യേശു എന്ന നാമം. ഒന്ന് അത് വായിച്ചു നോക്കി. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അടുത്തതോ, ജനതകളുടെ ഇടയിൽ. എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറക്കെ പറയണം. കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനതകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉറക്കെ പറയണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടു എന്ന് പറഞ്ഞു ഉച്ചത്തിൽ കർത്താവിൻ്റെ നാമത്തെ പ്രഘോഷിക്കണം. കർത്താവ് ചെയ്ത പ്രവർത്തികൾ കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയേ. അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. അടുത്തതോ, പാടുവിൻ. പാടണം. നാളിങ്ങനെ ഇരുന്നാൽ പോരാ, പാടണം. പാട്ട് പാടണം. ഹല്ലേലൂയ. നിങ്ങൾ പാടാൻ റെഡിയാണോ? ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു പാട്ട് പഠിപ്പിക്കും, ഒരു ഈരടി പഠിപ്പിക്കും. പാടാൻ റെഡിയാണോ? സൈന്യബലത്താലല്ല, കരബലത്താലല്ല, പിന്നെന്താണ്? അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഇന്ന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് വൻ കാര്യങ്ങൾ. പാടിക്കേ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല. പിന്നെ മനുഷ്യർ സാധാരണ ആശ്രയിക്കുന്ന വേറൊരാണ് സ്വന്തം ശക്തി, കരബലം. ഇവിടെ പറയുന്നത് കരബലത്താലുമല്ല. പറ, കരബലത്താലുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്? അവിടുത്തെ ആത്മാവിനാലത്രേ. പറ, അതാണ് നമ്മൾ പാടുന്നത്. ഒന്ന് പാടി നോക്കിയേ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കൈയടിക്കുകയും ഇങ്ങനെ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരും. അപ്പം നമ്മളിങ്ങനെ അറ്റാക്കിൻ്റെ ഒക്കെ അവസ്ഥയിലിരിക്കുന്ന ആളെന്ന് വിചാരിക്കുക. ഈ ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ശരീരത്തിലുള്ള രോഗാവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. അറ്റാക്ക് പിന്നെ ശരീരത്തിൽ വരില്ല, അതങ്ങ് മാറിപ്പോകും. അതാണ് സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുന്നത്. പിന്നെ അത് ചെന്ന് നോക്കുമ്പം ബ്ലോക്ക് കാണാനില്ല, ചുരുങ്ങിയിരുന്ന വാൽവെല്ലാം ശരിയായി, എല്ലാം വീണ്ടും നോർമലാണ്. കിഡ്നി ഫെയിലിയർ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് വ്യാപരിച്ചു കഴിയുമ്പം ആ അവസ്ഥകളിൽ വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മുരടിച്ചിരിക്കുന്ന ചില സാധനമൊക്കെ ഇങ്ങനെ ഉണങ്ങി കടുകടുക്കാന്നിരിക്കുന്നില്ല, അതേപോലെ ചില കടുക്കാച്ചി പോലെ ഇരിക്കുന്ന ചില ഹൃദയങ്ങളൊക്കെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ ഇറങ്ങി വന്ന് അങ്ങനെ വ്യാപരിച്ച് കഴിയുമ്പോൾ എന്താവും? പുതിയ മാംസളമായ ഹൃദയമായി മാറും.
പിന്നെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനും ക്ഷമിക്കാനും സഹിക്കാനൊക്കെ കഴിവുള്ള ഹൃദയമായിട്ടത് മാറും. ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കലും ഞാൻ മരിച്ചാൽ ശരി ക്ഷമിക്കുകയെന്ന് ആർക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെ മനുഷ്യരാണ്, നമ്മളങ്ങനെ ഇല്ല. നമ്മൾ മാലാഖമാരൊന്നല്ല, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ക്ഷമിക്കലും നമ്മൾ കോടാരി എടുത്ത് വിട്ടും അങ്ങനത്തെ ആളുകളാണ്. അതൊക്കെ അങ്ങനെ ഇരുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് മാറ്റം വരാം. ഹല്ലേലൂയ. അങ്ങനെ മാറ്റം വരുവാണെങ്കിൽ വന്നോട്ടെ, തടസ്സപ്പെടുത്തണ്ട. ഹല്ലേലൂയ. ജഡിക പാപം കൊണ്ട് മൂടിയിരിക്കുന്ന ആളുണ്ടല്ലോ, ജഡിക പാപം കൊണ്ട് മൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ എന്താവും? ആ കഠിനമായ ആ ഒരു ബാധ പോയി വെളിവ് കിട്ടും, നല്ല തെളിഞ്ഞ ബുദ്ധി കിട്ടും, നല്ല അന്തരീക്ഷം കിട്ടും. പ്രൈസ് ദി ലോർഡ്. മദ്യപാനാസക്തി, നിരാശ, ഭയം, പേടി, ടെൻഷൻ, ഇതൊക്കെ കാണിക്കുന്നവർ ഇതിങ്ങനെ വന്ന് ദൈവത്തിൻ്റെ ശക്തി വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ആ ഭയങ്കരമായ തരത്തിലുള്ള ദുരാസക്തികളുടെ ആ മലിനതെല്ലാം മാറും. ദൈവം വന്ന് മൊത്തം ഒരു സാധനം ഇട്ടുണ്ട്, ഒന്ന് എന്ത് ചെയ്യും, നമ്മളെ ക്ലിയറാക്കും. അതാണ് 51-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം. കർത്താവേ, അങ്ങെന്നെ കഴുകണമേ, അപ്പോൾ ഞാൻ നിർമ്മലനാകും. അപ്പോൾ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് മദ്യത്തിൻ്റെ ആസക്തിയാൽ പൂരിതമായി കിടക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ പോലും ഇപ്പോൾ 24 hours മാലിന്യമുള്ള ഹൃദയമാണെങ്കിലും ദൈവമായ കർത്താവിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ അതിൻ്റെ മേൽ വലിയ തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും, അത് നമ്മളത് വിശ്വസിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. നമ്മളത് ഉറപ്പായും വിശ്വസിക്കണം. എന്ന് വെച്ചാൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ശക്തി ഒന്ന് ഇറങ്ങി വരട്ടെ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, മടുപ്പ്, ക്ഷീണം, താല്പര്യമില്ലായ്മ, നിരീശ്വര ചിന്ത, ഭക്തിരാഹിത്യം, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥ, ഹൃദയ കാഠിന്യം, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിലിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഒരു പുതിയ ചൈതന്യം ആവർത്തിക്കട്ടെ.